വെളിവു നിറഞ്ഞ രക്ഷകനെ നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാ ഞങ്ങളിന്ന് വെളിച്ചം കാണുന്നു. സ്വർഗസ്ഥപിതാവിൻ കതിരേ ശോഭിപ്പിക്കാം ഞങ്ങളെ ഇന്ന്. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ
പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും നിന്റെ സ്ലീഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും ശ്ലീഹന്മാരുടെ സ്തുതി. ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ
തർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവഘോഷമായി ആക്കിയിട്ടില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവഭക്തി ശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധാത്മാവിൻ്റെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷത്തോടെ നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുക്കൽ സുബാൻ ലവൽമീ. നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരസ്യ പ്രവർത്തന സമയത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ്
അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും ഇടപെടാതെ അർപ്പിക്കുവാൻ നാം യോഗ്യതയുള്ളവരായി തീരണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളുടെ തിരിച്ചുവരവിൽ ഇഷ്ടമുള്ളവനും കുറ്റക്കാരുടെ രക്ഷയ്ക്കായി വാഞ്ചിച്ചിരിക്കുന്നവനും വിളിപ്പീൻ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീൻ ഞാൻ തുറന്ന് എൻ്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുമെന്നും അരുളിച്ചതുവനുമായതെനിക്ക് ദൈവികമായ ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഓശോ വബുക്കൽ സുബാലോൽമീ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ച് ഇല്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച നല്ലവനെ ദയവുണ്ടായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തു കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണയും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനമായ ശിക്ഷകളും കോപത്തിൻ്റെ വടികളും
നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എന്നേക്കും തന്നെ. ശക്തിമാനും യോദ്ധാവും ബലവാനും മഹത്വവാനുമായ ദൈവമാം കർത്താവേ, നീ എഴുന്നേറ്റ് ഞങ്ങളെ സഹായിച്ച് ദുഷ്ടനിൽ നിന്നും അവന്റെ സേനകളിൽ നിന്നും നിന്റെ ബലം കൊണ്ടും ഉന്നതമായ നിന്റെ ഭുജം കൊണ്ടും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, നീ നിന്റെ കൃപയാലും കരുണയാലും വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്തു. നിന്റെ മനുഷ്യ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി ശരീരം ധരിച്ചു. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്റെ ശ്രേഷ്ഠതയാഘോഷിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിങ്കിൽ നിന്നും നിന്റെ രഥത്തിന് കീഴ് കൂട്ടപ്പെട്ടിരിക്കുന്ന 4 മുഖങ്ങളുള്ള ജീവികളിൽ നിന്നും നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുന്ന മാലാകമാരുടെയും പ്രധാന മാലാകമാരുടെയും കൂട്ടങ്ങളിൽ നിന്നും നിന്റെ ശക്തിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും മഹിമപ്പെടുത്തുകയും ചെയ്യുന്ന ക്രോബന്മാരുടെ നിരകളിൽ നിന്നും തന്റെ ശുദ്ധതയിൽ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുഘോഷിച്ചു ചൊല്ലുന്ന 6 ചിറകുള്ള ശ്രാപ്പകളും നിന്നും നിന്റെ ജനകന്റെ തത്വത്തോടുകൂടെ നിന്റെ ഭയങ്കരത്വത്തെ ശുശ്രൂഷിക്കുന്ന സകല സൈന്യങ്ങളിൽ നിന്നും ക്രമങ്ങളിൽ നിന്നും കൂട്ടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ തള്ളിക്കളയരുതേ. നിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങൾ ഓടിയെത്തുവാനായി ജീവന്റെയും രക്ഷയുടെയും വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിന്റെ ദയോട് അപേക്ഷിച്ച് പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മോറാനേശുമശിക, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. മോറാനേശുമശിക, നിന്റെ കരുണയുടെ കണ്ണുകൊണ്ട് ഞങ്ങളെ കടാക്ഷിക്കണമേ. മോറാനേശുമശിക, ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സ്ലീബായുടെ ചിറകിൻ കീഴ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. മോറാനേശുമശിക, ആകൽക്കരുസായുടെ സകല വഞ്ചനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപത്തിന്റെ വീഴ്ചയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും അനർത്ഥങ്ങളുടെ കുഴിയിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുകയും ചെയ്യണമേ. മോറാനേശുമശിക, സകല ദുർവിചാരങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദൈവദൂഷണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും അറയ്ക്കത്തക്ക ചെളിയും കറയും ഞങ്ങൾ ഇന്ന് തുടച്ചു കളയുകയും ദുഷ്ടതയും മലിനതയും എല്ലാം മാറ്റിക്കളയുകയും ചെയ്യണമേ. മോറാനേശുമശിക, നിന്റെ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പൂർണരാക്കണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ ശ്രീഭണ്ഡാരത്തിൽ ഞങ്ങളെ ധനവാന്മാരാക്കണമേ. മോറാനേശുമശിക, സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ മണിയറയിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിന്റെ രാജ്യത്തിന്റെ മക്കളായ തോഴമക്കാരോടും വിരുന്നുകാരോടും കൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. മോറാനേശുമശിക, നിനക്കിഷ്ടന്മാരായ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ ഞങ്ങളെയും ക്ഷണിക്കണമേ. നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ഞങ്ങളെ ക്രമപ്പെടുത്തണമേ. മോറാനേശുമശിക, നിന്റെ ശ്രേഷ്ഠത ഉദിപ്പിക്കുന്ന ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒപ്പം പരിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെ ശോഭിപ്പിക്കുകയും നിന്റെ വലത്തുഭാഗത്തെ ആത്മീയമായ ആ പന്തിയിൽ ഞങ്ങളെ ഇരുത്തുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റും. ഓ ശോ സുബാൻ ലവൽമീ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ഉത്തരമായി ആമീൻ എന്ന് ഏറ്റുപറയണം. പരിശുദ്ധനായ
പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള വട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകപുത്രനും വേണ്ടി ക്രൂശിക്കപ്പെട്ട് രക്ഷത്തിന് വെച്ച് മരിച്ചടക്കപ്പെട്ട് തിരുപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സുഖത്തിലെ കരയേറി തന്റെ പിതാവിന്റെ പരത്തഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രായത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാകമേ വരുവാനിക്കുന്നവനുമായ യേശുവിശേഷ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സിംഹന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവന് വിശുദ്ധിയായാലും കാതോലിക അപ്പോസ്തലികവുമായ ഏകവിസകലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചോട് ഉയർന്നെൽപ്പിനും വരുവാനിക്ക ലോകത്തിലെ പൊതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. സ്നേഹിച്ചിടുവാനാ എന്നു നന്മ എന്നിൽ കണ്ടു.
സ്തുതിച്ചാലും മതി വരാത്ത നിൻ്റെ വലിയ കൃപയ്ക്ക് മുമ്പിൽ ഞങ്ങൾ നമസ്കരായി ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിൻ്റെ സൂചനയെ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങൾക്കുള്ളവരും നിൻ്റെ വകയാണല്ലോ. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിൻ്റെ ഹിതത്തിന് വിനയപ്പെടുവാൻ, നിൻ്റെ അനുഗ്രഹത്തിന് പാത്രങ്ങളായി തീരുവാൻ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമീൻ. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 22-ാം വാക്യം, ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു നിലവിളിച്ച് പറഞ്ഞു. 25-ാം വാക്യം, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൾ അവനെ നമസ്കരിച്ചു. 28-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആരാധനാ മധ്യത്തിൽ തിരുവചനത്തുമ്പിലിരിക്കുമ്പോൾ നിൻ്റെ ദിവ്യമായ ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ കേൾവി, ഞങ്ങളുടെ ധ്യാനം നിനക്ക് അനുരൂപമായി തീരുവാൻ പരിശുദ്ധാത്മാവ് കൂട്ടായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആ ഒരു യഹൂദനായി വന്നു പിറന്നവൻ യഹൂദ്യ ദേശത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തുന്നു. യൂത ജാതിക്ക് അതീതരായ ഒരു സ്ത്രീ വന്ന് അവളുടെ മകൾക്കായി യേശുവിൻ്റെ മുമ്പിൽ വിലപിക്കുന്നു. മൈ ഡോട്ടർ ഈസ് ഇൻ ടെറിബിൾ കണ്ടീഷൻ. അത്യന്തം ഹൃദയഭേദകമായ നിലവിളി. ഹാവ് മെഴ്സി ഓൺ മീ ഓ ലോർഡ്. നിലവിളിക്കുന്ന ഒരു മാതാവിനെ ഇവിടെ കാണുവാൻ കഴിയും. മകളുടെ സ്ഥിതി അത് സഹിക്കാനാവാതെ ഓടി വന്നവളാണ് അവൾ, കനാന്യ സ്ത്രീ. ലോകത്തിൻ്റെ സ്ഥിതി ഇന്ന് വളരെ മോശമായിരിക്കുന്നു. ചിലരെങ്കിലും പറയും ഒരു കെട്ട ലോകം. വാടക വീട്ടിൽ താമസിച്ച് പഠിച്ച് +2 ജയിച്ച് പ്രണയ വഴികൾ ഉപേക്ഷിച്ച് പഠിക്കാൻ വന്ന പെൺകുട്ടിയെ ജീവനോടെ തീ കൊളുത്തി കൊല്ലുന്ന ലോകം. ആ പെൺകുട്ടിയുടെ മാതാവിൻ്റെ നിലവിളി. വഴിയോര കച്ചവടം നടത്തി ഉപജീവനം കഴിച്ചു പോന്ന ഒരു കുടുംബത്തിലെ 14 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസങ്ങളായി അത് സംബന്ധിച്ച് യാതൊരു വിവരവും ആർക്കുമില്ലാത്തതായ ഒരു ലോകം. ആ ഭവനത്തിലെ മാതാവിൻ്റെ നിലവിളി. തിരുവനന്തപുരത്ത് അടുത്ത സമയത്ത് 2 ചെറുപ്പക്കാർ മരണപ്പെട്ടത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയപ്പെടുന്നു. വാർഷിക പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഇനി ഒരു വർഷമെങ്കിലും ഒന്നിച്ചുകൂടാൻ കഴിയുമോ, ഒത്തുകൂടാൻ സാധ്യമാകുമോ എന്ന് സങ്കടപ്പെട്ട് വേർപിരിയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഐസ്ക്രീം പാർലറിൽ കയറി ഐസ്ക്രീം കഴിച്ചിട്ട് പിരിയാം. നിറമുള്ള കടലാസ് താളുകൾ തുന്നിച്ചേർത്ത ഓട്ടോഗ്രാഫിൽ ഒന്ന് ഒപ്പിടിപ്പിക്കാം. ഇത്രയേ ഉള്ളായിരുന്നു പണ്ടത്തെ യാത്ര പറച്ചിൽ കോളേജ് കലാലയങ്ങളിൽ. ഇപ്പം അന്യോന്യം കടിച്ചു പറിച്ചാണ് യാത്ര പറയുന്നത്. ആൺകുട്ടികളുള്ള അമ്മമാർ, പെൺകുട്ടികളുടെ അമ്മമാർ നിലവിളിക്കുന്നു, ഹാവ് മെഴ്സി ഓൺ മീ ഓ ലോർഡ്. ദൈവത്തോട് നിലവിളിക്കുക, ദൈവത്തോട് നിലവിളിക്കുക.
ഭാരമേറിയ കുരിശും പേറി ഗാഗുൽത്തായുടെ മുകളിലേക്ക് വേച്ച് പോകുന്ന യേശു കർത്താവിൻ്റെ സങ്കടകരമായ അനുഭവം കാണാൻ കാത്തുനിന്ന സ്ത്രീകൾ, അവരുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഡോണ്ട് ക്രൈ ഫോർ മീ, ക്രൈ ഫോർ യുവർസെൽസ് ആൻഡ് യുവർ ചിൽഡ്രൻ. അമ്മമാരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക, ദൈവ തിരുസന്നിധിയിൽ കരയുക. പാപശക്തികൾ കഴുക കണ്ണുകളുമായി കാത്തിരിക്കുന്നു. ദുഷ്ടശക്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുടുക്കിലാക്കാൻ വലവിരിച്ച് കാത്തിരിക്കുന്നു. കരയണം, ദൈവസന്നിധിയിൽ നിലവിളിക്കണം. ഹാവ് മെഴ്സി ഓൺ മീ ഓ ലോർഡ്. വിശുദ്ധ കുർബാനയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ തിരശ്ശീല മാറ്റാതെ അകത്ത് ഞങ്ങൾ അച്ഛന്മാർ ചെറിയൊരു പ്രാർത്ഥനാക്രമം ഉരുവിടും. തുയാബ ശുശ്രൂഷ എന്നാണ് അതിന് പേര് പറയുന്നത്. ആ ശുശ്രൂഷയിൽ ഒരു ഗാനമുണ്ട്. കർത്താവേ നിൻ ബസ്ഗസായിൽ വാതിൽ മുട്ടി അനുഗ്രഹമിരക്കുന്നേൻ, വഴിതെറ്റിട്ടകലെ പോയൊരു പാപി ഞാനയ്യോ, അനുതപിച്ചവയെ വിട്ടു ഞാൻ നിൻ കൃപയാൽ ജീവിപ്പാനരുൾക. ദൈവാനേ തവ വാതിൽ വിട്ടിട്ടെവിടെ പോയി മുട്ടും നിങ്ങൾ. കർത്താവേ, നിൻ വാതിലിൽ മുട്ടി നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കരുണയുടെ യാചനകൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഏറിയ നാളുകളായി നിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ പാപി ഞാനാകുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവ വിട്ടുമാറി നിന്റെ കൃപയാൽ ജീവിക്കുവാൻ എനിക്ക് സഹായം ചെയ്യണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ വാതിലിലല്ലാതെ മറ്റാരുടെ വാതിൽ ഞങ്ങൾ ചെന്ന് മുട്ടേണ്ടു? ഹാവ് മെഴ്സി ഓൺ മീ ഓ ലോർഡ്. കൗമായുടെ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ 3 പ്രാവശ്യം കുറിയലായിസോൻ ചൊല്ലും. 3 തവണ മാത്രമല്ല, ആരാധനക്രമത്തിൽ അങ്ങോളം ഇങ്ങോളം കുറിയലായിസോൻ നാം ചൊല്ലുന്നുണ്ട്. അപ്പവും വീഞ്ഞും കയ്യിലെടുത്ത് പട്ടക്കാരൻ വാഴ്ത്തുന്നതിന് തൊട്ടു മുമ്പേ പട്ടക്കാരൻ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയവ് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഹാവ് മെഴ്സി ഓൺ മീ ഓ ലോർഡ്. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന ഇതാകട്ടെ. എന്നത്തെയും പ്രാർത്ഥന ഇത് തന്നെയാവട്ടെ. ഹാവ് മെഴ്സി ഓൺ മീ ഓ ലോർഡ്. ഈ ഭാഗത്ത് 23-ാം വാക്യം, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ജീസസ് ഡിഡിൻ സേ എ വേർഡ് ടു ഹെർ. സങ്കടത്തോടെ നിലവിളിയുമായി വന്ന കനാന്യ സ്ത്രീക്ക് യേശുവിൻ്റെ അനുഭാവം കിട്ടിയില്ല. ഹി ഡിഡിൻ സേ എനിത്തിങ്. ഒരു ഉത്തരവും കിട്ടിയില്ല. യേശുവിനൊപ്പം ഉണ്ടായിരുന്നവരോ ശിഷ്യന്മാരോ അസഹിഷ്ണുതയോടെ അവളെ പറഞ്ഞയക്കുവാനായി തത്രപ്പെടുന്നു. പാലസ്തീൻ നാട്ടിലെങ്ങും കരുണാർദ്രമായ ചടുല നീക്കം നടത്തുന്ന യേശുവിൻ്റെ അടുത്ത ഈ സ്ത്രീ വളരെ പ്രതീക്ഷയോടെയാണ് എത്തിയത്. ഏതെങ്കിലും ഒരു നുറുങ്ങുവെട്ടം കിട്ടുമെന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ. യേശുവിൻ്റെ ഒരു നോട്ടം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാനുള്ളൊരു ശ്രമവും. അവളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയാൻ പോലും ആവാതെ അവളുടെ സ്വപ്നങ്ങൾ തകരുന്ന സാഹചര്യം. ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നു വീഴുന്നു. ഒരു കാര്യം നാം ശ്രദ്ധിക്കുക, നിന്റെ പ്രതീക്ഷ പോലെ എല്ലാം നടക്കണമെന്നില്ല. നിന്റെ പ്രതീക്ഷ പോലെ എല്ലാം നടക്കണമെന്നില്ല.
വിദേശത്ത് ജോലി കിട്ടി എത്തിയ ചെറുപ്പക്കാരന് സ്വദേശത്ത് നിന്ന് തൊട്ടു പിന്നാലെ ഒരു വാർത്ത അവനെ തേടിച്ചെന്നു. ഭാര്യയ്ക്ക് നാട്ടിൽ അസുഖം. കടമെടുത്ത പണവും കൊണ്ട് ജോലിയിൽ എത്തിച്ചേർന്ന ഇവൻ അതെങ്കിലും ഒന്ന് വീട്ടാനൊരവസരം 1 വർഷം അവൻ അവിടെ പിടിച്ചു നിന്നു മണലാരണ്യത്തിൽ. തുടർന്ന് അവധിയെടുത്ത് നാട്ടിലെത്തിയ ഭാര്യയെ കണ്ട് ഹൃദയം പൊടിഞ്ഞു. തലയിലെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞ് ശരീരം എല്ലും തോലുമായി മാറിയിരിക്കുന്നു. ഭർത്താവ് തിരികെ വന്ന സന്തോഷം പങ്കിട്ട് അവർ ഒന്നിച്ച് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുക്കിലെത്തി. വേണ്ടത്ര ഭേദം ഒരു പരിധിവരെ കിട്ടിയെന്ന് പറഞ്ഞ് ഡോക്ടർ രണ്ടുപേരോടും ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒന്നിച്ച് താമസിക്കണം, നിങ്ങൾ സ്നേഹം അന്യോന്യം പകരണം. ഭർത്താവ് പറഞ്ഞു, ഇല്ല ഡോക്ടർ, എനിക്ക് തിരികെ പോയേ മതിയാവൂ. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് ഞങ്ങൾ നടത്തിയത്. അവരെല്ലാം ഞങ്ങളെ തള്ളിപ്പറഞ്ഞു. ഇവളെ അവളുടെ സ്വന്തം വീട്ടിൽ കയറ്റത്ത് പോലുമില്ലിപ്പോൾ. ഞാൻ മാത്രമേ ഇവൾക്കുള്ളൂ. ഇവളുടെ അസുഖത്തിന് ചികിത്സിക്കാൻ ഞാൻ തിരികെ പോയി ജോലി ചെയ്തേ മതിയാവൂ. മറ്റാരും ഇല്ല, ഞങ്ങൾക്ക് മറ്റൊരു വരുമാനമില്ല. എനിക്ക് കിട്ടുന്ന പണമെല്ലാം അതെല്ലാം അയച്ചു തരാൻ ഡോക്ടർ. ഒരു പണം പോലും, ഒരു പൈസ പോലും ഞാൻ ചെലവഴിക്കാതെ ഇവളെ രക്ഷിക്കണം ഡോക്ടർ. നിന്റെ പ്രതീക്ഷ പോലെ എല്ലാം നടക്കണമെന്നില്ല. നിന്റെ പ്രതീക്ഷ പോലെ ആരും നിന്നെ സ്നേഹിക്കണമെന്നില്ല. ആരും നിന്നെ അറിയണമെന്നുമില്ല. ആരാധനയിൽ ഒരു ഭാഗമുണ്ട്, കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയും അരുതേ. കനാന്യ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നു, നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ വേറെ ഏതെങ്കിലും വഴി തേടാം, ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കാം. അങ്ങനെയല്ല ആ കനാന്യ സ്ത്രീ പെരുമാറിയത്. യേശുവിനടുത്തു നിന്നും അണുവിട അവൾ പിന്നോക്കം പോയില്ല. വേറൊരു വഴിയിലേക്ക് അവൾ തിരിഞ്ഞില്ല. എന്നാൽ അവസാനം എന്താ ലഭിച്ചത്? എന്താ പ്രതിഫലം? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. കേണപേക്ഷിച്ച ആ സ്ത്രീയുടെ യാചന യേശു കർത്താവ് കേട്ടു. നിന്റെ പ്രതീക്ഷിച്ചത് പോലെ എല്ലാം അപ്പോ നടക്കണമെന്നില്ല. നീ ആഗ്രഹിച്ചതുപോലെ ആരും നിന്നെ അറിയണമെന്നില്ല. എന്നാൽ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം നിന്നെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഒരു കർത്താവുണ്ട്. അവൻ ചെവി ചായ്ക്കും. അതിനൊരു സമയപരിധി നമുക്ക് പറയാനാവില്ല. എങ്കിലും അവൻ്റേതായ ആ സമയത്ത് അവൻ കൈനീട്ടും. നീ ആ കരത്തിൽ തൊട്ട് നിൽക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹം അത് പക്ഷേ അനുഗ്രഹമായിരിക്കും. താമസിച്ചാലും ദൈവം കൈ നീട്ടാതിരിക്കില്ല. താമസിച്ചാലും ദൈവം അനുഗ്രഹം ചൊരിയാതിരിക്കില്ല. താമസിച്ചു വരുന്ന അനുഗ്രഹം ഇരട്ടി നന്മയായിരിക്കും. താമസിച്ചെത്തുന്ന അനുഗ്രഹം ഏറെ നന്മയായിരിക്കും. Have mercy me on me, O Lord. നീ ആഗ്രഹിച്ചതുപോലെല്ലാം നടക്കണമെന്നില്ല. നീ പ്രതീക്ഷിച്ചതുപോലെയെല്ലാം ആയിത്തീരണമെന്നില്ല. താമസിച്ചാലും ദൈവം കരം നീട്ടാതിരിക്കില്ല. താമസിച്ചാലും ദൈവം അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും. താമസിച്ചു വരുന്ന അനുഗ്രഹം ഇരട്ടി നന്മയായിരിക്കും.
താമസിച്ചെത്തുന്ന അനുഗ്രഹം ഏറെ നന്മയായിരിക്കും. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. സകലത്തിൻ്റെയും ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും തത്വത്തിൽ നിന്നോട് ഏകത്വമുള്ളവനുമായ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റും. ഹോശോ വബുക്കൽ സുബാൻ ലോൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കയാൽ നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടും പരിശുദ്ധാത്മാവോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുക്കിൽ സുബാ ലവൽമീ. വഴിതെറ്റിപ്പോയ ആടിനെ തിരിച്ചു വരുത്തുവാൻ വലുതായ തൻ്റെ മനുഷ്യ സ്നേഹത്താൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷയെ നീ നിരസിച്ചു കളയരുതേ. ഞങ്ങളുടെ നീതിയിലല്ല, നിന്റെ കരുണകൾ തന്നെ ഞങ്ങൾ ആശ്രയിച്ചിരിക്കയാൽ ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി നിവർത്തിക്കപ്പെട്ട യാഗം ഞങ്ങൾക്ക് ന്യായവിധിക്കായി തീരാതെ ഞങ്ങളുടെ പാപമോചനത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടുമുള്ള കൃതജ്ഞതയ്ക്കുമായി തീരണമേ. ഓശോ വബുക്കൽ സുബാൻ ലവൽമീ. സഹോദരീ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും മുടിയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്വോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്
മശിയാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർസലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റേശനുവാസന്മാരും സുൽത്താനന്മാരും മൗദ്വീന്മാരും മാറാവാസന്മാരും കൈലേന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോപകളും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി ചൊല്ലുന്ന ആറാറ് ചിറകുള്ള ശ്രാപ്പന്മാരും സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം. കൊയനാൻ വമറേനാ. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ തൃക്കൈകളിൽ അപ്പം എടുത്തു, സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ മുന്തിരി രസത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായയും അവൻ എടുത്തു, സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് വിശുദ്ധ സ്ലീഹന്മാർക്കും നൽകി. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീ വിധിച്ച അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവനും പ്രതിപകരം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യരുതേ, എന്നാലോ നിന്റെ കരുണകളുടെ ബഹുത്വപ്രകാരം നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ച ചൊല്ലുന്നു. ലാഭോ കാതമറോ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളോട് ഉത്തരമരുളി ദയവുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ.
പ്രിയലായിസോ ഈ അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയെ കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായ തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്ന് അതിനെ അവസാനത്തോളം രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റും. ഹോശോ വബുക്കൽ സുബാൻ ലവൽമീ. കർത്താവേ, 4 ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്, യുവാക്കി മാർ കൂർലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തീമോത്യോസ്, ഐസക് മാർ ഫീലക്സിനോസ്, ഏബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ഷമ്മാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മയേതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയും അവർ കൊടുത്ത് അങ്ങയുടെ നോട്ടത്തിന് കീഴി അവരെ നടത്തേണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോട് കൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിക്ഷാവധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായിക്കുകയും ഞങ്ങളോട് ന്യായവിസ്താരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റമറ്റവൻ ഒരുത്തനുമില്ലാത്തത് കൊണ്ട് അവൻ മുഖാന്തരം കരുണകളും പാപമോചനവും കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. മെത്തുലോസേ ഒപ്പിലാൻ. ദൈവമേ, മനസ്സോടും മനസ്സുകൂടാതെയും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
സർവ്വത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റുഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, നിന്റെ തിരക്കിൽ ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ പരിമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ എടുക്കുന്നു. നല്ലവനെ ദയതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങളെ ഓർക്കാം. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി, തിരുമേനിമാർക്ക് വേണ്ടി, പട്ടക്കാർക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി, സേവനിമാർക്ക് വേണ്ടി, ദയറായക്കാർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഗ്രാമാന്തരങ്ങൾ ചെയ്യുന്ന എല്ലാ സുവിശേഷ യത്നങ്ങളും ഫലവത്തായി തീരുവാൻ ദൈവം വരാൻ തുണയ്ക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഇടവയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ക്ഷീണത്തിൽ, രോഗത്തിൽ പ്രയാസപ്പെടുന്നവർ പലരുണ്ടല്ലോ. വാർദ്ധക്യത്തിൻ്റെ ദിശയിലായിരിക്കുന്നവർ, കിടക്കയിലായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവർ അടുത്തില്ലാത്ത നിമിത്തം സങ്കടത്തോടെ കഴിയുന്നവർ, അങ്ങനെയുള്ളവരെ നമുക്ക് പ്രത്യേകം ഓർത്ത് അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് ദൂരദേശങ്ങളിലൊക്കെ പോയിരിക്കുന്നവരെ ഓർക്കാം. ഇതുപോലുള്ള മനോഹരമായ കൂട്ടായ്മയിൽ അംഗങ്ങളായി തീരുവാൻ അവസരങ്ങൾ ലഭിക്കാതെ ഒറ്റയ്ക്ക് ഏകാന്തരായി കഴിയുന്നവർ പലരുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശങ്ങൾ, വിദൂരങ്ങളിലൊക്കെ പോയി ജീവിക്കുന്നവരെ, പഠിക്കാനൊക്കെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടഭാരങ്ങളും മാറി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിതം നന്നായി കെട്ടുപണി ചെയ്യുവാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രോബേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാഫേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ 1000 10,000 പുകഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തനിക്കണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നവനുമായി ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ പിതാവാം ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജകൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കല്ലേ. ഞങ്ങളെ ദുഷ്ടനിരീക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ, നിന്റെ ധാരണമായ കരുണകൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാർ തങ്ങളുടെ തലകളെ തിരുമുൻപാകെ വണക്കിയിരിക്കുന്നു. വാഴ്വുകൾ നീ അയച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹദേഹി ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മശിഹായുടെ ജീവകരമായ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുക്കൽ സുബാൻല പോൽമീ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുവേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വേണ്ടിയെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കുഞ്ഞാടെ ദാവീദു സോനോവേ മകനെ പ്രാർത്ഥന കേൾക്കണമേ. സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാമതല്ലാത്ത നിന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ എന്നേക്കും തിരുസന്നിധിയിലെ മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമിക്കാവതില്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന ആരാധകരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധൽ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും ഇവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരക്തങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും
പാനം ചെയ്തതായ തിരു രക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി ഭവിക്കല്ലേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ മേശയിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീർന്നിട്ട് ആദ്യം മുതലുള്ള സകല വിശുദ്ധരോടും കൂടെ ഓഹരിയും അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഓശോ ബബുക്കൽ സുബാൻ ലവോൽമീ അലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ. നല്ല പ്രയോജനം ഉള്ളവരായി നടത്തിയിടണമേ അടിയാരേ. സൗഖ്യ സമാധാനാഹാരം ഞങ്ങൾ കരുളുക ധാരാളം. കാലോചിതമാം ഭാഗ്യത്താൽ തുഷ്ടി വരുത്തണം ഞങ്ങൾക്ക്. കരുണ നിറഞ്ഞ പിതാവേ, നൽ ആശീസ്സുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കുമി ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളെ കടങ്ങളെ പരിഹരിക്കും, കുറവുകളെ ക്ഷമിക്കും, ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ തെളിഞ്ഞ് സന്തോഷിച്ച് സമാധാനത്താലേ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ.